എൻ്റെ പേര് ധന്യ. ഞാൻ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഒപ്റ്റോമെട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യണു. ഞാനിവിടെ പറയാൻ പോകുന്നത് കണ്ണടകൾ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം, അത് എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് ശ്രദ്ധിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. നമ്മളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ണട വയ്ക്കുന്നവരുണ്ടാവാം. അപ്പോൾ അവരൊരു സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഇത് നല്ലതല്ല അല്ലെങ്കിൽ ഇത് മോശമാണ് അല്ലെങ്കിൽ ഇന്ന കാരണം കൂടെ കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമുക്കത് അങ്ങനെയെല്ലാം വേറെ നല്ല രീതിയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതോട് കൂടി അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും ഉപകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. നമ്മൾ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഫ്രെയിമുകൾ ഉണ്ടെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തന്നെ. ഫ്രെയിംസ് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലൈറ്ററായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്രെയിമാണ്, ഇത് മെറ്റൽ ഫ്രെയിമാണ്. മെറ്റൽ ഫ്രെയിം ആണെങ്കിൽ ഇതിന് അപ്പർ ലെവലിൽ ഫ്രെയിം ഉണ്ട്, താഴെ റിമ്മ് മാത്രമേ ഉള്ളൂ. താഴെ ഫ്രെയിമിന് സപ്പോർട്ട് ഇല്ലാത്തതാണ്. ഇതിൻ്റെ 4 സൈഡിലും സപ്പോർട്ട് ഇല്ലാത്ത ഫ്രെയിമാണ്, ഇതിന് റിംലെസ് എന്നാണ് പറഞ്ഞത്. ഈ ടൈപ്പ് ഫ്രെയിംസാണ് കൂടുതലും നമ്മൾക്ക് സെയിലാവുന്നത്. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്ന ടൈപ്പ് ഫ്രെയിംസാണ്, വളരെ ലൈറ്ററും ആണ്, ഫ്ലെക്സിബിളാണ്. എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ചെയ്താലും ഈ ഫ്രെയിം ബ്രേക്ക് ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കുട്ടികളിപ്പോൾ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വലിച്ചെറിയോ ചവിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നോർമൽ യൂസിൽ ഇതിൽ യാതൊരുവിധ ബ്രേക്കേജും വരില്ല. ഇങ്ങനെയുള്ള ഫ്രെയിമുകളാണ് കൂടുതലും കുട്ടികൾക്ക് കൊടുക്കണേ. ഇതുപോലത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്രെയിമുകളും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഇതിന് കുറച്ചുകൂടെ ഹെവിയാണ് ഈ മെറ്റീരിയൽ, ഇത് ഇത്രയുടെ ലൈറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ള വ്യത്യാസം. പിന്നെ ഈ ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ നോസ് വിഡ്ത്ത്. നോസ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോസ് സീറ്റ് ഇരിക്കുന്ന ഒരു പ്ലേസാണ് നോസ് വിഡ്ത്ത്. പിന്നെ അതിൻ്റെ ടെമ്പിൾസ്, ഫ്രെയിമിൻ്റെ വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ ഫ്രെയിമിനും ഓരോ നോസായിരിക്കും. നോസ് ബ്രിഡ്ജ് ഉള്ളതുണ്ടാവും, നോസ് റസ്റ്റ് ഉള്ളതുണ്ടാവും. ചിലത് ഈ നോസ് റസ്റ്റ് ഇല്ലാത്ത ടൈപ്പ് ഇതുപോലത്തെ ഫ്രെയിംസ് ആയിരിക്കും. പീഡിയാട്രിക് ഫ്രെയിംസ് ഒട്ടും തന്നെ നോസ് റസ്റ്റ് ഇല്ലാത്തതാണ്. അതിൽ സൈഡിൽ ചെറുതായിട്ടൊരു ഫ്ലാപ്പ് പോലെ ഉണ്ടാവുള്ളൂ. അവരുടെ നോസൊക്കെ വളരെ തിൻ ഫ്രെയിം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായിരിക്കും അവർക്ക് ഏറ്റവും സ്യൂട്ടായിട്ട് ഇരിക്കുക. പിന്നെ കുട്ടികൾക്ക് ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട, അവർക്കുള്ള പവർ നമ്മൾ എടുക്കുന്ന ഫ്രെയിമിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കും എന്നുള്ളതോടെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടിയുടെ ഫേസിൽ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരിക്കലും അത് അത്ര വൃത്തിയായില്ല, ഭംഗിയായില്ല എന്നുള്ളൊരു തോന്നൽ വരും. എപ്പോഴും നമ്മളുടെ പവർ എന്താണോ, ഗ്ലാസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യണം. ഫ്രെയിം നമ്മൾ ഫേസിൽ വെച്ച് എടുക്കുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വേറൊരു ഫാക്ടറാണ് അതിൻ്റെ ടെമ്പിളിൻ്റെ ലെങ്ത്ത്. ഒരിക്കലും ആ ടെമ്പിളിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫോൾഡിങ് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് വരണം. അത് ഫ്രണ്ടിലേക്ക് വരാൻ പാകത്തിന് ഒരിക്കലും ഇരിക്കരുത്. ഇതുപോലെ ചെവിയിലേക്ക് നന്നായിട്ട് സീറ്റിംഗ് ആയിരിക്കണം. അതുപോലെ ലെഗ് നമ്മുടെ ഫേസിന് പാരലായിട്ട് പോവുകയും വേണം. ഇച്ചിരി ഇങ്ങനെ ചിലർ ഫ്രെയിം ഫേസിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ വൈഡനായിട്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രെയിം നമുക്ക് ടൈറ്റായിട്ടാണ് അതങ്ങനെ വൈഡനായിട്ട് പോകുന്നത്. അതുപോലെ ഫേസും ഫ്രെയിമിൻ്റെ ടെമ്പിളും തമ്മിൽ ഒരിക്കലും ഒത്തിരി ഗ്യാപ്പും പാടില്ല. അത് 2 കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പറയാൻ പോകുന്നത് ഇതിൽ ഓരോ ഫ്രെയിമിൽ ഇടാൻ പോകുന്ന ലെൻസുകളും അതിന് കൊടുക്കുന്ന എക്സ്ട്രാ കോട്ടിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രെയിമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ലെൻസുകൾ ഗ്ലാസ് ഉണ്ട്, ഫൈബർ മെറ്റീരിയലുണ്ട്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലാസ് ഒരു ഫുൾ സൈസ് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത്. ഇതേപോലെ വലുപ്പത്തിൽ റൗണ്ടിലുള്ളൊരു ഷേപ്പ് ഗ്ലാസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് സ്യൂട്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ലെൻസുകളിൽ ഒന്ന് തിക്നെസ് കൂടിയതും ഉണ്ട്, തിക്നെസ് കുറഞ്ഞത്. അത് ഡിപ്പെൻഡിങ് അപ്പോൾ ഗ്ലാസിൻ്റെ പവറിനനുസരിച്ച് തന്നെ തിക്നെസ് കൂടുതലുള്ളതും കുറവുള്ളതും ഉണ്ട്. അപ്പോൾ ഇത് തിക്നെസ് അത്യാവശ്യം കൂടുതലുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രെയിം എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞ് വരണ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഫ്രെയിം എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഗ്ലാസ് ഇട്ട് കഴിയുമ്പോൾ ഗ്ലാസിൻ്റെ തിക്നെസ് പുറത്തേക്ക് നിൽക്കും, കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അതിന്. പിന്നെ ഞാൻ പറയാനുള്ളത് നമ്മുടെ ഗ്ലാസിൻ്റെ കോട്ടിങ്ങിനെ പറ്റിയാണ്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും എല്ലാവരും അറ്റൻഡ് ചെയ്യണത് കുട്ടികളെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും ഗ്ലാസിൻ്റെ കോട്ടിങ്ങുകളാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു കോട്ടഡ് ലെൻസാണ്. ആ ലെൻസിൽ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയും. കോട്ടിങ് 2 ടൈപ്പിലുണ്ട്, ആൻറ്റി റിഫ്ലക്ഷനും ഉണ്ട്, ആൻറ്റി ഗ്ലെയറും ഉണ്ട്. നമ്മളിപ്പോൾ നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ആൻറ്റി റിഫ്ലക്ഷൻ ഗ്ലാസ്സുകളാണ്. ആ ഗ്ലാസ്സുകളിൽ പല കളറിലുള്ള കോട്ടിങ് അവൈലബിൾ ആണ്.
ഗ്രീൻ ആണ് ഫെമിലിയർ ആയിട്ട് എല്ലാവരും കൊടുക്കുന്നത്. ഇപ്പോൾ ബ്ലൂ കോട്ടിംഗ് ലെൻസുകൾ അവൈലബിൾ ആണ്, പിന്നെ ലെമൺ യെല്ലോ പോലത്തെ കോട്ടിങ്ങുകളും ഉണ്ട്. നമുക്ക് കോട്ടിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് ഒന്നുകൂടെ വിസിബിൾ ആവും. പുറത്ത് നമുക്ക് ഐ ടു ഐ കോണ്ടാക്റ്റ് എപ്പോഴും കൂടുതലായിരിക്കും ലെൻസും ഈ കോട്ടിംഗ് ലെൻസുകൾ വെച്ച് കഴിയുമ്പോൾ. നോർമൽ ഒരു ഹാർഡ് കോട്ടൺ മെറ്റീരിയൽ ലെൻസ് വയ്ക്കണേക്കായും വിസിബിലിറ്റി ഉണ്ടാവും നമുക്ക് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ലെൻസുകൾ വയ്ക്കുമ്പോൾ. ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ്ങൾ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് ഡിസ്പ്ലേ ഉള്ള ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുന്ന ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള റേഡിയേഷൻസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. മെയിനായിട്ടും ഇപ്പോൾ ഉള്ള മൊബൈൽ, ടാബ്, കമ്പ്യൂട്ടർ പോലെയുള്ള ഡിസ്പ്ലേ ഉള്ള എക്യുപ്മെൻസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ് മെയിനായിട്ട് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവിങ്ങിന് കൊടുക്കുന്ന കോട്ടിംഗ് ലെൻസുകളുണ്ട്. രാത്രി നമുക്ക് ഓപ്പോസിറ്റ് ഹൈ ബീമുള്ളൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമ്മൾ ടോട്ടലി ബ്ലൈൻഡായി പോകും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് കുറേയൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നൈറ്റ് ഡ്രൈവിങ്ങിന് സേഫായിട്ട് കൊടുക്കാൻ പറ്റിയ ലെൻസുകളും അവൈലബിൾ ആണ്. പിന്നെ പകൽ സമയത്ത് സൺലൈറ്റിൽ നമുക്ക് വെയിലത്തിറങ്ങുമ്പോൾ ഹെവി ആയിട്ടുള്ള സൺലൈറ്റ് കണ്ണിലേക്ക് അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഡേ നൈറ്റ് ഗ്ലാസ്സുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് കളേർഡ് ഗ്ലാസ്സസ് ആണ്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് പല ടൈപ്പിലുള്ള കളറിലുള്ള കണ്ണടകൾ കിട്ടും. ഇതിപ്പോൾ ഒരു സാമ്പിളാണ്, ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇതിൽ ചെയ്തേക്കണേ. ഇങ്ങനത്തെ ലെൻസുകളും ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഇത് പിങ്കോ ബ്രൗൺ ഗ്രേ അങ്ങനത്തെ ഷെയ്ഡുകൾ ലെൻസുകളും ഇപ്പോൾ നമുക്ക് പോകുന്നുണ്ട്. ആദ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗ്ലാസസ് ആണ്. ഇപ്പോൾ പോകുന്നത് ഫൈബർ മെറ്റീരിയലാണ്. ഗ്ലാസസ് അതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി ഗ്ലാസസിന് കൂടുതലാണ്. പക്ഷേ ഫൈബർ മെറ്റീരിയലിന് ആ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി കുറവാണെങ്കിലും ഗ്ലാസ് പെട്ടെന്ന് പൊട്ടുമെന്നുള്ള കാരണത്താൽ നമ്മളിപ്പോൾ ഗ്ലാസ് മെറ്റീരിയൽ അധികം ഉപയോഗിക്കുന്നില്ല. ഹെവി ആയിട്ടുള്ള മൈനസ് നമ്പേഴ്സ് അങ്ങനെയുള്ള പവറുകൾക്കാണ് ഗ്ലാസ് മെറ്റീരിയൽ അധികമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കിനി പറയാനുള്ളത് മോണോഫോക്കൽ ലെൻസുകളാണ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. മോണോഫോക്കൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോക്കസുള്ള ലെൻസുകളായിരിക്കും. പിന്നെ ഒരു 38 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങി ആളുകൾക്ക് അടുത്ത് കാണുന്നതിനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങും. ആ അടുത്ത് കാണാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണം ഒന്ന് ഡിസ്റ്റൻസിലേക്കും ഒന്ന് നിയറിലേക്കും കറക്ഷൻ. അതായത് നമ്മളുടെ ഒരു കണ്ണിലെ ഡിസ്റ്റൻറ്റ് വിഷനും കൂടാതെ നിയർ വിഷനും വരാൻ പറ്റുന്നത് 2 ഫോക്കസുള്ള ലെൻസുകൾ പേഷ്യൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ലെൻസിൻ്റെ പേരാണ് ബൈഫോക്കൽ ലെൻസ് എന്ന്. ആ ബൈഫോക്കൽ ലെൻസുകൾ തന്നെ 2 ടൈപ്പിലുണ്ട്. ഒന്ന് റൗണ്ട് ബൈഫോക്കൽ ലെൻസുകളും രണ്ടാമത്തെ ഡി സെഗ്മെൻ്റ് എന്ന് പറയും ഡി ബൈഫോക്കൽ ലെൻസുകളും ഉണ്ട്. ആ 2 ലെൻസുകൾ നമ്മൾ ബൈഫോക്കൽ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കും. പിന്നെ ഈ ബൈഫോക്കൽ ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പിംഗ്, അതായത് ഇപ്പോൾ ഒന്ന് സ്റ്റെയർ ഇറങ്ങുകയോ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കാല് കുഴിയിലേക്ക് പോകണമെന്നൊരു കംപ്ലൈൻറ്റ് ഇച്ചിരി പ്രായമുള്ളവരൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലെൻസാണ് സ്മാർട്ട് ബൈഫോക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ലെൻസ് ഉണ്ട്. ശരിക്കും അത് ബൈഫോക്കലിൻ്റെ സെപ്പറേഷൻ ശരിക്കും വിസിബിളാണ് നോർമൽ ലെൻസിൽ. അത് വിസിബിൾ അല്ലാത്ത ടൈപ്പ് ലെൻസുകളുണ്ട്. ഈ ടൈപ്പിലുള്ള ലെൻസുകളാണ് അത്. ഇതാണ് സ്മാർട്ട് ബൈഫോക്കൽ എന്ന് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ അതിൻ്റെ എൻഗ്രേവിംഗ് ഉണ്ടാവും. അത് ഫിറ്റിംഗ് കഴിഞ്ഞ് പേഷ്യൻറ്റ് കൊടുക്കുമ്പോൾ ഈ എൻഗ്രേവിങ്സ് ഉണ്ടാവില്ല. കാണുമ്പോൾ സിംഗിൾ ലെൻസ് ആയിരിക്കും. പക്ഷേ പേഷ്യൻറ്റിന് അവരുടെ പർപ്പസിൽ ഡിസ്റ്റൻറ്റ് വിഷനും കിട്ടും, നിയർ വിഷനും കിട്ടും. അവർക്ക് ആ സ്റ്റെപ്പിംഗ് എന്നുള്ളൊരു പ്രശ്നം മാറി കിട്ടും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ശരിക്കും ബൈഫോക്കൽ ലെൻസ് തന്നെയാണ്, പക്ഷേ അത് ഇൻവിസിബിൾ ആണ് അതിൻ്റെ സെപ്പറേഷൻ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ നിയർ വിഷനിലേക്ക് വരുന്ന പവറിൻ്റെ ഇൻക്രീസ് എപ്പോഴും ഗ്രാജുവലായിട്ടായിരിക്കും. അതുകൊണ്ടാണ് അവർക്കത് ആ സ്റ്റെപ്പിംഗ് അവോയ്ഡ് ചെയ്ത് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഡിസ്റ്റൻറ്റ് വിഷനും നിയർ വിഷനുമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള ജോലികളെല്ലാം തന്നെ നമ്മളുടെ നിയർ വിഷൻ ഒരു വായനയിൽ നിന്നൊരു ഫിക്സഡ് ഡിസ്റ്റൻസ് അകലത്തിലുള്ളത് മാത്രമാണ്. വായിക്കുക എന്നുള്ളൊരു പർപ്പസ് 35 അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ അകലം വരെ വരുള്ളൂ. അപ്പോൾ നമ്മളൊരു സിസ്റ്റോ അല്ലെങ്കിൽ ലാപ്പോ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാറായിട്ടായിരിക്കും ചെയ്യുന്നത്. ആ ഫാറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഈ ബൈഫോക്കലിൻ്റെ ഏരിയയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഡിസ്റ്റൻസ് കിട്ടില്ല. ബൈഫോക്കൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് നിയർ, ആ 2 ഫോക്കസ് കിട്ടത്തുള്ളൂ. മിഡിലായിട്ടുള്ളൊരു ഫോക്കസോടുകൂടി പേഷ്യൻറ്റ് വേണമെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്ന ലെൻസാണ് മൾട്ടിഫോക്കൽ ലെൻസ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ലെൻസ് എന്ന് പറയും. അത് വരുമ്പോൾ നമുക്ക് ഹെഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചിന്നിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് ബാക്കിയുള്ള ഒരു വിസിബിലിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. നിയറിൻ്റെ ഏരിയ കുറച്ചുകൂടെ ബാക്കിലേക്കുള്ള ലെങ്ത്തിലേക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഇതാണ് പ്രോഗ്രസീവ് ലെൻസിൻ്റെ. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ മൾട്ടി ഫോക്കലാണ്. നമുക്ക് ട്രൈഫോക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അത് കൂടുതൽ ഫോക്കസ് നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ചിൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കണ്ണടയുടെ ലെൻസ് സെലക്ട് ചെയ്യണതിനും പറ്റി പറഞ്ഞു തരാനുള്ളത്.
ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള ഒരു കണ്ണട സെലക്ഷന് വേണ്ടി ഉപകരിക്കുന്നു വിചാരിക്കുന്നു.